അതാ കൃത്യമായിട്ട് ഇപ്പം ബാലാകോട്ടിൽ പോയിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്യാമ്പങ്ങ് തകർത്തിട്ട് 2 ബോംബുണ്ട് പണി കഴിഞ്ഞിട്ട് പോകുന്നു. നേരെ മറിച്ച് അത്രയും കാലാൾപ്പെട ഇൻഫൻട്രി അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് വെച്ചിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ പ്രിപ്പറേഷനാണ്. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു എയർ അറ്റാക്ക് തന്നെയാണ് അന്നും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത്, ഇന്നും അത് തന്നെയാണ്. പക്ഷേ ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർട്ടറി ഗൺസും റെഡിയാണ്. ഇവരെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തതിനുള്ള മറുപടിയാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ഇതിന് നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ റെഡിയാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന്. നിങ്ങൾ പിൻവലിക്കൊന്നും വേണ്ടെന്ന്. ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. അപ്പോൾ ഈ പിൻവലിക്കാതെയിട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാലും ഒരു രാജ്യത്തിന് അവൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് പാകിസ്ഥാൻ എന്ത് തന്നെ ആയിക്കോട്ടെ, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇതൊരു ഇൻസൾട്ട് തന്നെയല്ലേ. അത് ഏത് രാജ്യത്തിനും അതെ. നമ്മുടെ രാജ്യത്തുനിന്ന് വേറെ വല്ലതും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 22 പഹൽഗാമിൽ വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ട്. എന്താ ഈ 4 പേരെ പിടിക്കാത്തല്ലത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾക്കും. അവരും ഇപ്പോൾ പറയാം ഇന്ത്യ വന്ന് അറ്റാക്ക് ചെയ്തു പോയി, നിങ്ങൾ എന്ത് ചെയ്തു. പക്ഷെ ഇന്ന് പാകിസ്ഥാൻ അത് പറയുന്നില്ല. ആയതായി ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ജനങ്ങളുടെ അഭിപ്രായം. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഓഫീസേഴ്സ് എല്ലാം ഇരുന്നിട്ട് ഡിഫൻസ് മിനിസ്റ്ററും അതുപോലെ ഫോറിൻ മിനിസ്റ്റർ ഇവരൊക്കെ ഇരുന്ന് പറയുന്ന നുണകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെയുണ്ട് കുറേ ആൻറ്റി നാഷണൽ ചില ചാനലൊക്കെ കൊണ്ട് നടക്കുന്ന ചില തണ്ടികളുണ്ട്. അമേരിക്കയ്ക്ക് ഗുണം പാടിക്കൊണ്ട് അമേരിക്കക്കാരുടെ പൈസയും വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് ഇന്ത്യയുടെ മൊറാൽ ഡൗൺ ചെയ്യുന്ന പോലെ സംസാരിക്കുന്ന ചില ചാനലുകൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പുറം. കാരണം അവൻ്റെയൊക്കെ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇവനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാർ കേരളത്തിലും ഇരിപ്പുണ്ട്. അപ്പം അവരുടെ നുണയും ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. ഇപ്പോൾ സാധ്യമായിട്ടിരിക്കുന്നു. ഡിഫൻസ് വളരെ സോളിഡാണ്. ഈ പറയുന്ന പോലെ ഒരു വിമാനത്തിനെ ആരും അടിച്ചിട്ടിട്ടില്ല. അവരുടെ ഒരു വിമാനം വന്നത് തടഞ്ഞു. ഞാനിപ്പോഴും അത് ഷുവറല്ല. കാരണം അതിൻ്റെ ഡെബ്രീസ് കണ്ടപ്പം എനിക്ക് തോന്നിയത് മൈറ്റ് ബി എ അഡ്വാൻസ്ഡ് ഡ്രോണിൻ്റെ ഒരു ലുക്കാണ് കിട്ടിയത്. എയർക്രാഫ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ചൈന എയർക്രാഫ്റ്റ് എന്നുള്ള അവർ പറയുന്നു. എന്തായാലും ശരി, നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഡെബ്രീസ് എവിടെയും കണ്ടിട്ടില്ല. ഏതൊക്കെയോ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കിടന്ന് പ്രചരിക്കുന്നുണ്ട്. ഒരാളൊന്നും വിശ്വസിക്കരുത്. ബിക്കോസ് പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഡിഫൻസ് ആളുകൾ വന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമാണത്. ഞങ്ങൾ ഇന്നത് ചെയ്തു, ഇന്നടത്ത് ബോംബിട്ടു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കാഷ്വാലിറ്റി ഇതുവരേക്കില്ല, ഒരു സിവിലിയനെ നമ്മൾ അടിച്ചിട്ടുമില്ല. അതാണ് സത്യാവസ്ഥ. ബാക്കിയുള്ളതെല്ലാം ഹിയർസേ, റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല ന്യൂസുകളും വരുന്നുണ്ടായിരിക്കും. അതല്ല, ഇന്നെല്ലാം തിങ്ക് പോസിറ്റീവ് ആൻഡ് പ്രേ ഫോർ ദ സോൾജേഴ്സ് ഹു ആർ സിറ്റിംഗ് ദ ഗാർഡിങ് യു. ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് വരെയും പാകിസ്ഥാനിലെ പല വാർത്താ മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ നടക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോഴും അതല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതിന് നിങ്ങളെന്താ നിങ്ങളുടെ അല്ല പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെന്താ അണ്ടർലൈൻ ചെയ്തിട്ട് എന്നോട് ചോദിക്കാത്തത്? സാർ അവർ വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ലോ നിങ്ങൾ വിഡ്രോ ചെയ്താൽ ഞങ്ങൾ വിഡ്രോ ചെയ്യാമെന്ന്. കാരണം എന്താണ്, നമ്മളിപ്പോഴും ആ പവർഫുൾ പൊസിഷനിലിരിക്കുകയാണ്. അവൻ എന്തുകൊണ്ടത് പറഞ്ഞു? കാരണം എന്നാലെങ്കിലും നിങ്ങൾ നിർത്ത്. അപ്പോൾ നമ്മളെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഒരു എയർബസിലും ബേസിലും കയറി വന്നു. ഇത് പണ്ടത്തെ കാലമല്ല. ഇന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് കറാച്ചിയിൽ നിന്നോ ഇസ്ലാമാബാദിൽ നിന്നോ പൊങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മുൾത്താൻ സെക്ടറിൽ നിന്ന് പൊങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ. പിന്നെ ഈ പൈലറ്റുമാരുടെ സ്കില്ലാണത്, എങ്ങനെയാണ് ഈ വാർഫെയർ നടത്തുന്നത്. അത് നമ്മുടെ പൈലറ്റുമാരുടെ സ്കില്ലാണ് കാണിച്ചതെന്ന്. രാത്രിയിൽ 1:05 പോയി അടിച്ചു, എല്ലാം 20 മിനിറ്റ് കൊണ്ട് പണിയും കഴിഞ്ഞ് എയർബേസ് വന്നു. ഇപ്പം എനിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കമാൻഡോ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് എയർക്രാഫ്റ്റ്സ് ആർ ബാക്ക് ഇൻ ടു ദ എയർബേസ് ആഫ്റ്റർ ദ ഓപ്പറേഷൻ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ന്യൂസിൽ പാകിസ്ഥാൻ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. പാകിസ്ഥാൻ്റെ അടുത്ത് പറയൂ, ഫോട്ടോ കാണിക്ക്, ഫോട്ടോഷൂട്ട് ചെയ്ത് കാണിച്ചാലും നമുക്കത് പിടിക്കാൻ പറ്റും. കാരണം പിറകിൽ നിൽക്കുന്നവൻ്റെ പൈജാമ കുർത്ത ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇത് ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിൽക്കുന്നവന്മാരുടെ ആയിരിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ എന്താണെന്ന്. അതുകൊണ്ട് ഇന്നലെ ഒരു ജേർണലിസ്റ്റ് അവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞങ്ങൾ നാളെ കാണിച്ചു തരാമെന്ന്. എൻ്റെ നിങ്ങളുടെ അടുത്ത് ആ സമയത്തില്ലാതെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടയിലൊന്നും വീണു പോകരുത്. ഓൾവേസ് നമ്മുടെ ആ മൊറാല് നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ചാനലുകാർ ചെയ്യേണ്ടത്. നമ്മുടെ ആൾക്കാരുടെ മൊറാൽ എപ്പോഴും ഹൈ ആയിരിക്കണം. ഇനി ഇവിടെ വന്ന് 2 പട്ടാളക്കാർ മരിച്ചുപോയി എന്ന് പറഞ്ഞാലും ആ പട്ടാളക്കാരും അഭിമാനത്തോട് നിങ്ങളോട് പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കരുത് എന്നുള്ളതായിരിക്കും അവനും മരിച്ചു പോകുമ്പോൾ പറയുന്നത്. ആ പട്ടാളക്കാരനാണ് ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം ഭാരത് മാതയ്ക്ക് ജയിന്ന് വിളിച്ചിട്ട് അവനെ യാത്ര അയക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വി ഷുഡ് നോട്ട് തിങ്ക്
നമ്മുടെ രാജ്യം സ്ട്രോങ് ആണെന്ന് നമ്മൾ തന്നെ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള കാരണം അതെന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് ആ രാജ്യത്തിനോടൊരു ബാധ്യത ഇല്ലാതെ വരുന്ന സമയത്താണ് നമ്മളിങ്ങനെ നമ്മുടെ രാജ്യം അടിപ്പെട്ടു എന്ന് പറയാനൊരു സന്തോഷം തോന്നുന്ന ആർക്കാണത് പറയൂ. കാരണം എൻ്റെ രാജ്യത്തിനാണ് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, അപ്പം എൻ്റെ രാജ്യം തോറ്റു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം. അങ്ങനെയുള്ള ആളുകളെയാണ് ഒറ്റപ്പെടുന്നത്. അത് ഒറ്റപ്പെടുത്താനൊന്നുമില്ല. ദാറ്റ്സ് ഹാർഡ്ലി എനി മില്യൺസ് ഓഫ് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1 കോടി ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ഈവൻ ഒരാളോ 2 ആളോ പോലും ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ മാറ്റിയെടുത്തേക്ക്. അതർവൈസ് പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുന്നത്. എനിക്ക് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ യെസ് ഞാൻ തന്നെ പറയും ഇങ്ങനെ നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് ഡൗൺ ആയിട്ട് വീണിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഒരു പ്രൂഫും ഇല്ല. നമുക്ക് ഞങ്ങളുടെയൊക്കെ ഈ മിലിറ്ററി ഗ്രൂപ്പിനകത്തൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻസ്. ഇപ്പം ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒറിജിനൽ ബാച്ച്മേറ്റാണ് ഇന്ന് ആർമി ചീഫായിരിക്കുന്ന ദ്വിവേദി. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്തതാണ്. 84 ഡിസംബറിലാണ് അദ്ദേഹം പാസ്ഔട്ട്. ഞാൻ റിലേറ്റഡ് 85 ഔട്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ 85 ബാച്ച്മേറ്റാണ് ഇന്ന് കാശ്മീരിൻ്റെ നോർത്തേൺ കമാൻഡിൻ്റെ ആർമി ചീഫ് സുജീന്ദർ. അപ്പോൾ ഇത്രയും വലിയ ലിങ്ക് അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇതുപോലുള്ളൊരു സിറ്റുവേഷനിൽ ഒരിക്കലും ടെലിഫോൺ ചെയ്യുക ഒരു ഇൻഫർമേഷൻ നമ്മൾ ചോദിക്കില്ല. ബിക്കോസ് അത് നമുക്ക് എത്തിക്സിന് എഗൻസ്റ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചാനലുകാരെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്, എൻ്റെ ഇവിടുത്തെ എയർഫോഴ്സിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ്. അവൻ തന്നെ ഒറ്റുകാരനാണ്. എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാച്ച്മേറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാൻ ബാധ്യസ്ഥനല്ല, പറയാനും പാടില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കും, നിങ്ങളുടെ പ്രൊപ്പഗണ്ടകളിൽ നിങ്ങൾ ഒരിക്കലും വീണുപോകരുത്. വാറിൻ്റെ സമയത്ത് നമ്മൾ പ്രൊപ്പഗണ്ട അടിക്കും. ഇത് മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ്. അശ്വത്ഥാമ മരിച്ചു. എന്തായിരുന്നത്? ഒരു ആനയാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ അത് മറ്റയാളുടെ മകനാണെന്ന് പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനാക്കിയതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചതികളെല്ലാം. യുദ്ധത്തിൻ്റെ സമയത്ത് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന അന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ പ്രൊപ്പഗണ്ടയിൽ നമ്മൾ വീഴരുത്. നമ്മുടെ രാജ്യം സ്ട്രോങ് ആണെന്നുള്ള വിചാരത്തിൽ നിൽക്കൂ. അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അപ്പോഴാണ് യെസ് വി ആർ ഓൾ ടുഗദർ ആൻഡ് വി ആർ ഓൾ ഇന്ത്യൻസ് എന്നുള്ള ഫീൽ വരുന്നത്. മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ 10 പേര് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട്സ് വരുന്നത്. ശരിക്കും അന്ന്, അതായത് ആ കണ്ടഹാറിന് സമാനമായിട്ടുള്ള സംഭവം അന്ന് മസൂദ് അസറിനെ നമുക്ക് അന്നത്തെ ഗവൺമെൻറ്റിന് പിടിച്ചു വയ്ക്കാനോ നിയമത്തിന് മുമ്പിൽ വെച്ച് വധിക്കാനോ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം നടക്കില്ലായിരുന്നു എന്നൊരു സൈനിക എന്ന രീതിയിൽ സാർ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഞാൻ അതിൻ്റെ മുമ്പത്തെ കാര്യം ചോദിക്കാം. ഈ മസൂദ് തന്നെ ഇവനെ വിട്ടത് എങ്ങനെയാണ്? ഇവൻ എങ്ങനെയാണ് വെളിയിൽ വന്നിട്ട് ഹൈജാക്ക് ചെയ്തത്? അതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിരുന്നു. ഹൈജാക്കിലല്ല, ഇവനെ ജയിലിലിട്ടിരിക്കുന്ന സമയത്ത് റുബയ്യ സൈദിനെ കാശ്മീരിൽ കിഡ്നാപ്പ് ചെയ്തത്. 89 ജനുവരിയിൽ ഞങ്ങളാണ് ഓപ്പറേഷൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓപ്പറേഷന് പോകുന്ന കാശ്മീരിൽ കമാൻഡോസ് NSC 51 SHയുടെ ടീമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയതാണ്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ലൈവ് ഓപ്പറേഷൻ പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞ് ഈ ഓപ്പറേഷനാണ് പോയത്. അന്ന് ഈ റുബയ്യ സൈദിനെ കിഡ്നാപ്പ് ചെയ്ത ഒരു ഡിമാൻഡ് എന്തായിരുന്നു? ഇവനെയും 4 പേരെയും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഈ റുബയ്യ സൈദിൻ്റെ ഒരു അച്ഛൻ ആരായിരുന്നു? ഡിഫൻസ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സയ്യിദ്. അപ്പോൾ ഈ ഹോം മിനിസ്റ്റർ എന്താണ് പറഞ്ഞത്? ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, എൻ്റെ മകളെ അത് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തേക്ക്, എൻ്റെ മകൾ സേഫായിട്ട് വരണമെന്ന്. അവിടെയാണ് ഐ ഹേറ്റ് ദിസ് കൈൻഡ് ഓഫ് പൊളിറ്റീഷ്യൻസ്. ഞാനാണൊരു പൊളിറ്റീഷ്യനെങ്കിൽ എൻ്റെ മകനിപ്പോൾ ജീവനോട് ഇരിപ്പുണ്ട്. ഇങ്ങനൊരു രാജ്യത്തിൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് മൈ സൺ വിൽ ബി പ്രൗഡ്. പപ്പ നെവർ ഷുഡ് ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കൺട്രി. ഐ വിൽ സാക്രിഫൈസ് എന്ന് പറയാൻ ഉള്ള മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം.